ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിൽ ഇന്ന് രഥ സപ്തമിയാണ്. പുണ്യസ്നാനവും സൂര്യ ആരാധനയും നില ആരതിയും ഉൾപ്പെടെയാണ് ഇന്ന് നടക്കുന്ന പ്രത്യേക ചടങ്ങുകൾ. അവധി ദിനമായതുകൊണ്ട് തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വലിയ തിരക്ക് അനുഭവപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി നമ്മുടെ അരുൺ അലത്തൂർ ഉണ്ട്. ഗൗതം, അരുൺ, സുപ്രഭാതം. എങ്ങനെയാണ് ഇന്ന് രാവിലെ തിരുനാവായയിൽ നിന്നുള്ള കാഴ്ചകൾ? ഗൗതം, സുപ്രഭാതം. തിരുനാവായയിൽ ഓരോ ദിവസവും തിരക്കിങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരാഴ്ചയാവുന്നു ഈ തിരുനാവായയിൽ ഈ മാഘ മഹോത്സവം ആരംഭിച്ചിട്ട്. കഴിഞ്ഞ 16-ാം തീയതി മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 19-ാം തീയതിയാണ് ഔദ്യോഗികമായി കൊടിയേറിയത്. ഏതായാലും ഇന്നിപ്പോൾ ഈ ഒരു ദിവസം രഥസപ്തമി ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വിശേഷാൽ പൂജകളുണ്ട്. പ്രധാനമായിട്ടും സൂര്യ ആരാധനയും അതുപോലെ തന്നെ സ്നാനവുമൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്നുള്ളതാണ്. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ സപ്തമി ദിനമായ ഇന്ന് വിശേഷമായിട്ടാണ് ആചരിക്കുന്നത്. അന്ധകാരത്താൽ മൂടിയ പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിച്ച ദിനമായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് ഈ രഥസപ്തമി. സൂര്യാരാധനയ്ക്കുള്ള അത്യന്തം പുണ്യദിനമായാണ് ഈ ദിവസം വിശേഷിക്കപ്പെടുന്നത്. കശ്യപ മഹർഷിയുടെയും ദേവമാതാവായ അതിഥിയുടെയും പുത്രനായി സൂര്യൻ പിറന്ന ദിനമാണ് രഥസപ്തമി എന്നുള്ളതാണ്. വിഷ്ണുവിൻ്റെ പ്രകാശഭാവമയത്തിനാൽ സൂര്യനെ സൂര്യനാരായണൻ എന്നും വിളിക്കുന്നു. ഈ ദിനത്തിൽ സൂര്യൻ ഉത്തരായണത്തിൽ അഥവാ വടക്കാർദ്ധ ഗോളത്തിലേക്ക് മുഖം തിരിച്ച് നിലകൊള്ളുന്നതായാണ് വിശ്വാസം. ദക്ഷിണ ഭാരതത്തിൽ ചൂട് വർദ്ധിക്കുകയും വസന്ത സൂചനകൾ ആരംഭിക്കുകയും ചെയ്യുന്നതും ഈ ദിനത്തോടെയാണെന്നാണ് വിശ്വാസം നിലനിൽക്കുന്നത്. പുരാണ കഥകൾ പ്രകാരം സദാ സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ ഇരുന്ന് ജപം ചെയ്യാൻ കഴിയുന്നില്ലെന്ന സൂര്യഭഗവാന്റെ പരാതിക്ക് പരിഹാരമായി ഒരേ സമയം സഞ്ചരിക്കാനും ഇരുന്ന് ജപിക്കാനും കഴിയുന്ന വിധം ശിവ ഭഗവാൻ 7 കുതിരകൾ പൂട്ടിയ രഥം നൽകിയത് രഥസപ്തമി ദിനത്തിലാണ്. ഈ രഥത്തിലെ 7 കുതിരകൾ ആഴ്ചയിലെ 7 ദിവസങ്ങളെയും പ്രകാശത്തിലെ 7 രശ്മികളെയും സൂചിപ്പിക്കുന്നുവെന്നും രഥത്തിലെ 12 ചക്രങ്ങൾ 12 രാശികളെ പ്രതിനിധാനം ചെയ്യുന്നതായും വിശ്വസിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഏതായാലും പുറത്തെ അന്ധകാരം മാറ്റാൻ സൂര്യൻ ജനിച്ച ദിനമായ രഥസപ്തമിയിൽ സൂര്യനെ ആരാധിച്ചാൽ കഴിയും എന്നുള്ളതാണ്. മനുഷ്യരുടെ ഉള്ളിലെ അന്ധകാരവും അകറ്റപ്പെടുമെന്നും ആത്മബലം വർദ്ധിക്കുമെന്നുമൊക്കെ വിശ്വാസമുണ്ട്. ജാതകത്തിൽ രവി പ്രബലമായവർക്ക് ആത്മവിശ്വാസം, രോഗപ്രതിരോധ ശേഷി, നേതൃശേഷി എന്നിവ കൂടുതലായിരിക്കും. ഇവർ കൃത്യനിഷ്ഠയും തത്വനിഷ്ഠയും ഉള്ളവരായിരിക്കുമെന്നും ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. സന്താന സൗഖ്യം ലഭിക്കാത്തവർക്ക് ഈ ദിനത്തിൽ ചെയ്യുന്ന സൂര്യജപവും പുണ്യസ്നാനവും ഗുണകരമാണെന്നും വിശ്വാസമുണ്ട്. ആദിത്യ ഹൃദയ മന്ത്രം, സൂര്യാഷ്ടകം, സൂര്യകവചം എന്നിവ ജപിച്ച് പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ അകറ്റാനും പാപങ്ങളിൽ നിന്ന് മോചനം നേടാനും ഉത്തമ മാർഗമാണെന്ന് ആചാര്യർ പറയുന്നുണ്ട്. ഈ ദിനത്തിലെ പുണ്യസ്നാനം ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതത്തിൻ്റെയും പുതു ആരംഭത്തിൻ്റെയും സൂചനയായി കണക്കാക്കപ്പെടുന്നു. നവഗ്രഹദോഷങ്ങൾ മാറാനും ജീവിതത്തിൽ സൂര്യബലം വർദ്ധിക്കാനും അനുഗ്രഹമാകുന്ന ഈ പ്രത്യേക പുണ്യ ദിവസം പുണ്യ സ്നാനം ചെയ്യുന്നതിലൂടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറി നന്മ വരിക്കും, ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുംഭമേളയിൽ ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല നമുക്കറിയാം ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ശനിയാഴ്ച ഇന്നലെ തന്നെ തിരക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്ന സാഹചര്യം അതിരാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ നിളാ നദിക്കരയുടെ മറുവശത്ത് നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും രാവിലെ നേരത്തെ സ്നാനത്തിന് പാലം തുറന്നു നൽകിയിരുന്നില്ല. പാലത്തിൽ ഇന്നലെ ഇതേ സമയത്ത് ഈ ഒരു മലപ്പുറത്തെ SP-യുടെ നേതൃത്വത്തിൽ അതിൻ്റെ ബലപരിശോധന ഉൾപ്പെടെ വീണ്ടും നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, സ്നാനത്തിന് വേണ്ടി ആ പാലം വീണ്ടും തുറന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ അവിടെ ആളുകളെ കടത്തുന്നുണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ വീണ്ടും ആളുകളെ കടത്താൻ തുടങ്ങിയിട്ടുണ്ട്. വിശ്വാസികൾ ഇപ്പോൾ ഈ ഒരു പുഴയുടെ മറുകരയിൽ കൂടി അതിരാവിലെ എത്തി അവിടെ പുണ്യസ്നാനം നടത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഓരോ ദിവസവും ഈ കുംഭമേളയിൽ തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ച തന്നെയാണ്. എല്ലാവരും രാവിലെ ഇവിടെ സ്റ്റേ ചെയ്യാനോ മറ്റോ ഉള്ള താമസ സൗകര്യങ്ങളോ മറ്റോ ഇല്ലാത്തതിനാൽ തന്നെ ആളുകളൊക്കെ
അതിരാവിലെ എത്തി പുണ്യസ്നാനം നടത്തി പിന്നീട് നടക്കുന്ന ഓരോ ദിവസത്തെയും പൂജകളിലും അതുപോലെ തന്നെ സത്സംഗങ്ങളിലും സാംസ്കാരിക പരിപാടികളിലുമൊക്കെ അവർ പങ്കെടുക്കുന്നു. അത്തരത്തിലുള്ള പരിപാടികളിലും മറ്റും പങ്കെടുത്തതിന് ശേഷം വൈകിട്ട് നടക്കുന്ന നിള ആരതി, ആ ചടങ്ങ് അത് വളരെ വിശേഷപ്പെട്ട ചടങ്ങാണ്. രാവിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും തിരക്ക് ഈ കുംഭമേളയിൽ അനുഭവപ്പെടുന്നത് വൈകിട്ടോടുകൂടി നടക്കുന്ന ഈ ഒരു നിള ആരതിയിലാണ്. ആ നിള ആരതി കാണുന്നതിനും ആ നിള ആരതിയിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ വലിയ തിരക്ക് ആളുകളുടെ ഭാഗത്തു നിന്ന് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കഴിഞ്ഞ 16-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതി അങ്ങനെ 3 ദിവസങ്ങളിലായിട്ടായിരുന്നു കുംഭമേളയുടെ പിതൃ കർമ്മങ്ങൾ ഉണ്ടായിരുന്നത്. ആ 3 ദിവസത്തെ പിതൃ കർമ്മങ്ങൾക്ക് ശേഷം പിന്നീട് 19-ാം തീയതിയാണ് നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ ഒരു കുംഭമേളയ്ക്ക് ധ്വജാരോഹണം നടത്തിയത്. അദ്ദേഹം ധ്വജാരോഹണം നടത്തി ആദ്യ ദിനങ്ങൾക്ക് ശേഷം പിന്നീട് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴും തിരക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കിപ്പോൾ എൻ്റെ ചുറ്റും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ ആദ്യ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ തിരക്കാണ് ഓരോ ദിവസവും അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. കുംഭമേളയ്ക്ക് ഏറ്റെത്തിയാണ്. അതെ, ഇങ്ങനെ കാണുന്നു. കുംഭമേള അതിവിശിഷ്ടമായിട്ട് കാണുന്നു. അതിലും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് ചോദിക്കാം. കുംഭമേളയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ്, എപ്പോൾ എത്തിയാണ്? ഞാൻ ഇവിടെ അടുത്ത് ചമ്രവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെറുതായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ മോക്ഷപഥം എന്ന് പറഞ്ഞിട്ട് തിരുനാവായ അമ്പലത്തിനെ പറ്റിയിട്ടുള്ള ഇവിടുത്തെ ബലികർമ്മങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് മധു ബാലകൃഷ്ണൻ പാടിയത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളിൽ ഇവിടെ വരുന്ന ആൾക്കാരുടെ കണ്ണുകൾ, അവരുടെ മനസ്സ്, അവരുടെ ശരീരഭാഷ ഇത് പഠിക്കാനും കൂടിയാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടാണ് ആ പാട്ട് എഴുതിയത്. പാട്ട് പാടുമെന്ന് പാട്ട് പാടാനില്ല, മോക്ഷപഥം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പാട്ടാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ അല്ലെങ്കിൽ ഓരോ ബലികർമ്മ ദിവസത്തെയും ഈ 10,000ങ്ങൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നഷ്ടം കൊണ്ട് വന്ന് അവർ ഉൾക്കൊള്ളുന്ന ഈ ഒരു ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നഷ്ടബോധത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ അത് കാണാനും ഓരോ കാഴ്ചയിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ കാഴ്ചയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്നു. ആൾക്കാരുടെ എഴുതിയ 2 വരികൾ. നാവായിൽ വാഴുന്ന നാരായണൻ നിറനാമജപങ്ങൾ തൻ പാരായണം, നാവാമുകുന്ദൻ്റെ ദേഹത്തു ചാർത്തിയ മാലേയ മിത്തിരി മോഹിച്ചു ഞാൻ ഉഷപൂജയ്ക്കു കൈകൂപ്പി നിൽക്കുന്നു ഞാൻ. നാവായിൽ വാഴുന്ന നാരായണൻ. ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ ഇവിടുത്തെ ബലികർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. മുഴുവൻ പാടിയിട്ട് സമയം വളരെ മനോഹരമായ വരിക. അത് കേട്ടോളൂ. പൂവും തിലവുമായുരുളയുരുട്ടി ഞാൻ പിതൃമോക്ഷ സൂക്തങ്ങളുരുവിടുമ്പോൾ പുഴയിൽ വീണുടയുന്നോരുരുള പോലെൻ ജന്മമുരുകി വീഴട്ടെ നിൻ പാദങ്ങളിൽ, ഗതജന്മങ്ങൾക്കേക നീ മോക്ഷപദം നിളയേറ്റുവാങ്ങട്ടെ എന്നർച്ചിതങ്ങൾ. ഇന്നിവിടെ സമർപ്പിക്കുന്ന ഈ എള്ളും പൂവും അരിയുടെ ഉരുളകളും നിള ഏറ്റുവാങ്ങട്ടെ, പോയ ജന്മങ്ങൾക്ക് ഗതജന്മങ്ങൾക്ക് മോക്ഷപ്രദായകമായിട്ടുള്ള ഒരു വഴി കാണിക്കട്ടെ എന്ന് ചെന്ന് അവസാനിപ്പിക്കുന്നതാണ്. വളരെ മനോഹരമായ വരിക. നന്ദി. അപ്പം ഈ കാഴ്ചകൾ കാണുമ്പോഴാണല്ലോ നമുക്ക് പുതിയ ഈ സൂര്യോദയം പോലെ വേറൊരു ചിന്ത നമുക്ക് തരും. അത് കാണാൻ വേണ്ടി തന്നെയാണ്. ഏതായാലും കുംഭമേളയിലേക്ക് എത്തുമ്പോൾ യാദൃശികമായിട്ട് എൻ്റെ മുന്നിൽ വന്നത് എനിക്കും വളരെ സന്തോഷം. സത്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക, ധർമ്മം പ്രചരിപ്പിക്കുക, ഒരു നന്മയിലേക്ക് നാടിനെ നയിക്കാൻ ഈ ജനം TV സാർത്ഥകമായിട്ടുള്ള ചര്യയിലേക്ക് നീങ്ങാം.
വളരെ നന്ദി, വളരെ നന്ദി. ഏതായാലും നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കുംഭമേളയിലെ ഓരോ കാഴ്ചകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ നവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഭാഗത്ത് ബലികർമ്മങ്ങളും മറ്റുമൊക്കെ നടക്കുന്നു, മറുവശത്ത് ഇത്തരത്തിൽ ഈ ചടങ്ങുകളുടെ ഓരോന്നിൻ്റെയും ഭാഗമാവാൻ എത്തുന്നു ആളുകൾ എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ ക്ഷേത്രം മുറ്റത്ത് തന്നെ തിരക്കിങ്ങനെ ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നത് കാണാൻ സാധിക്കും. രാവിലെ ഈ സന്യാസി വര്യന്മാരുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിലുള്ള പുണ്യസ്നാനം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അത് രാവിലെ എല്ലാ ദിവസവും ഒരു 8:30 ശേഷമാണ് സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിലുള്ള ആ ഒരു പുണ്യസ്നാനം നടക്കുക. ആ പുണ്യസ്നാനത്തിന് ശേഷം ആളുകൾ കൂടുതലായി എത്തുന്നവർ ഒരുമിച്ച് സന്യാസിമാരുടെ കൂടെയൊക്കെ സ്നാനം ചെയ്യുക എന്നുള്ളത് വളരെ ശ്രേയസ്കരമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ കുറച്ച് ആളുകൾ കൂടെ നിൽക്കുന്നുണ്ട്. ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് എത്തിയാണ്. കുംഭമേളയുടെ ഭാഗമായിട്ട് എത്തിയതല്ല, ബലികർമ്മങ്ങൾക്ക് എത്തിയത്. ഈ നവാമുകുന്ദൻ്റെ മണ്ണിൽ ബലികർമ്മങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. എത്രയോ കാലങ്ങളായി അത് തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളും നടന്നു വരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന തിരക്കാണ് ഇപ്പോൾ രാവിലെ കാണുന്നത്. ഞങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വന്നു. അതുതന്നെയാണ് ഒരു വശത്ത് ഈ കുംഭമേളയുടെ ഭാഗമായിട്ടുള്ള സ്നാനങ്ങളും മറ്റും പുരോഗമിക്കുന്നു, മറുവശത്ത് ബലികർമ്മങ്ങൾക്ക് കൂടി ഒരുപാട് ആളുകൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, എവിടുന്ന് വരികയാണ്? ഞാൻ എറണാകുളത്ത്. ഈ കുംഭമേള ഓരോ ദിവസവും കേട്ടും കണ്ടും ഒക്കെ അറിഞ്ഞു വന്ന തീർച്ചയായും അതെ, അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഫീലിംഗ്, എന്താണ് അതിൻ്റെ ഒരു ഇപ്പോൾ വന്നപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം, നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട്. സ്നാനമൊക്കെ നടത്തിയിട്ടില്ല, ഇത് നടത്തണം. എൻ്റെ ആചാര്യമൊക്കെ വരാനുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവർ വന്നിട്ട് വേണം ചെയ്യാൻ. രാവിലെ നേരത്തെ എത്തി, ഇനിയിപ്പം നീളാസ്നാനവും അതുപോലെ തന്നെ ആരതി എല്ലാം കഴിഞ്ഞ് മടങ്ങും. വൈകുന്നേരം ആരതിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അതാണ്. ഏതായാലും ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എത്തുന്ന ആളുകളൊക്കെ നിള സ്നാനത്തിലും നിള ആരതിയിലും ഒക്കെ പങ്കെടുത്ത് മടങ്ങുന്ന തരത്തിൽ ഈ അവരുടെ ഒരു ആത്മീയ യാത്ര ക്രമീകരിച്ചുകൊണ്ടാണ് ഈ പുണ്യഭൂമിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഗൗതം, ഈ തിരക്കാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ അല്ലേ. ഈ രാവിലെ തന്നെ ഇന്ന് അവധി ദിനമാണ്. എന്തായാലും ഇന്ന് നല്ല തിരക്ക് വരും മണിക്കൂറുകളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അതല്ല, കുംഭമേള എന്നൊക്കെ പറയുന്നത് ഉത്തരഭാരതത്തിൽ മാത്രം നടന്നുകൊണ്ടിരുന്നതാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കേട്ടുകേൾവി പോലും ഇല്ലാത്തതായിരിക്കാം. പക്ഷെ എന്തായാലും ഇത് വലിയ രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്. അതെ. അത് മാത്രമല്ല, ഈ 2025 നടന്ന കുംഭമേള, ഉത്തർപ്രദേശിൽ നടന്ന കുംഭമേള ഇതിനൊരു വഴിത്തിരിവായിട്ടുണ്ട്. കാരണം യോഗി ആദിത്യനാഥിൻ്റെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അദ്ദേഹം ഒരു വലിയ ഇനിഷ്യേറ്റീവ് എടുത്തു. ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള യുവതലമുറകൾ കുംഭമേളയെപ്പറ്റി അറിയണമെന്നൊരു ഇനിഷ്യേറ്റീവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് യോഗിജിക്ക് ഒരു പ്രത്യേക പരാമർശം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യണം. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ച എന്നോണം നമ്മുടെ പരിപാവനമായ ഭൂമിയിലും ഇത്തരമൊരു സംഭവം നടക്കുന്നു. നിള ആരതിയൊക്കെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു നവ്യാനുഭവമാണ്, ഒരു സുഹൃതമാണ് ഉറപ്പായിട്ടും. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാമാങ്കം നടന്നതാണ്, പിന്നീട് അത് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ആ മാമാങ്കത്തിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ്. കാരണം മുൻപ് കേരളത്തിലും നദീ ആരാധനയും അതോടൊപ്പം തന്നെ ഉത്തരഭാരതത്തിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള നദീപൂജയും ഒക്കെ നടന്നിരുന്നു. അത് നമ്മൾ പുസ്തകങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ട്, അത് ചരിത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീണ്ടെടുപ്പാണ് ഇപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പോഴും നമ്മുടെ സർക്കാർ അത് വെട്ടാനുള്ള ഒരു ശ്രമം നടത്തി, സ്വാഭാവികമായിട്ട് നമ്മൾ അത് അല്ലേ, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ശബരിമലയിൽ വരെ കാര്യങ്ങൾ കുളവാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ അവർ കുംഭമേളയിൽ അത് സ്വാഭാവികമായ ഇടപെടലാണ്, അതിൽ അത്ഭുതമില്ല.